3. ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് പോയിട്ടുണ്ട്. അടുത്തത് ചെയ്യുമ്പോൾ രണ്ടാമത്തെ എത്ര നിന്നോ അവിടെ നിന്നും വീണ്ടും 3 യൂണിറ്റ് മുമ്പോട്ട് പോകണം. അപ്പോൾ ആദ്യം 3 പോയി, പിന്നും 3 പോകുന്നു. അപ്പോൾ 6 യൂണിറ്റ് പോകണം. അപ്പോൾ 6 പ്രാവശ്യം റൈറ്റ് ഏരോ ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ഏരോ കീ ക്ലിക്ക് ചെയ്യണം. 1 അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് 1 2 3, പിന്നെ ഒരു 3 കൂടി, 1 2 3, അങ്ങനെ ചെയ്യുന്നു. ഇനി നാലാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്താൽ എത്ര വേണം? 3, പിന്നെ ഒരു 3, പിന്നെ ഒരു 3. അപ്പോൾ 9 പ്രാവശ്യം ക്ലിക്ക് ചെയ്യേണ്ടി വരും. 1 2 3, 1 2 3, 1 2 3. ഇങ്ങനെ കണക്ക് കൂട്ടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതും നമുക്ക് പരിഹരിക്കാം. അത് പരിഹരിക്കേണ്ടത് സൂമിൽ വീണ്ടും 50 മറ്റോ കൊടുക്കുക. എന്നിട്ട് നോക്കാം. 5ാമത്തെ ഫ്രെയിം എടുത്താൽ നമുക്ക് മനസ്സിലാവും ഇതുവരെ എത്ര മൂവ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടത്തേക്ക് നീക്കി വെക്കുക. അവിടെ എത്തി. ഇനി ഒരു 3 കൊടുത്താൽ മതി. 1 2 3. ഇനി 6ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുക. ഇതിന് മുന്നേ എവിടെ എത്തിയോ അവിടത്തേക്ക് നീക്കി വെക്കുക. ഓക്കെ. അതിനുശേഷം 3 കൊടുക്കുക. 1 2 3. ഇനി 7ാമത്തെ ഫ്രെയിം അതുപോലെ തന്നെ പഴയ ഫ്രെയിമിലേക്ക് നീക്കി വെക്കുക. അതിനുശേഷം 3 കൊടുക്കുക. 1 2 3. 3 പ്രാവശ്യം റൈറ്റ് ഏരോ കീ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് പഴയ പോലെ തന്നെ നീക്കി വെക്കുന്നു. അത് തൊട്ട് മുന്നേയുള്ള ഫ്രെയിമിലേക്ക് നീക്കി വെക്കുന്നു. എന്നിട്ട് 3 1 2 3. ഇനി 9ാമത്തെ എടുക്കുക. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. പഴയ തൊട്ട് മുന്നേയുള്ള എടുത്തു വെച്ചു. തൊട്ട് മുന്നേ എത്രയായിരുന്നോ അവിടെ എത്തിച്ചു. എന്നിട്ട് 3 കൊടുക്കുക. 1 2 3. ഓക്കെ. ഇനി 10ാമത്തത് ഇതുപോലെ തന്നെ ചെയ്യാം. തൊട്ട് മുന്നേയുള്ള ഓക്കെ എത്തിച്ചു. ഇനി 1 2 3. 11ാമത്തത് നീക്കി വെച്ചു. ഇനി 1 2 3. ഇനി 12ാമത്തെ ഫ്രെയിം അത് ഇതുപോലെ തന്നെ നീക്കി വെച്ചു. 1 2 3. അപ്പോൾ നമുക്ക് തോന്നുകയാണ് കുറച്ചുകൂടി കൊടുത്താൽ എന്താന്ന്. നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് തോന്നുകയാണ് ഒരു 3 ഫ്രെയിം കൂടി കൊടുത്താൽ എന്താണ്. കുഴപ്പമില്ല, ഒരു 3 ഫ്രെയിം കൂടി കൊടുത്തേക്കാം. കോപ്പി ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, പേസ്റ്റ് ചെയ്യുന്നു. 3 ഫ്രെയിം കൂടി കൊടുത്തില്ലേ, അപ്പോൾ എടുക്കുക. 13ാമത്തത് പഴയ പോലെ എത്തിക്കുക. കുറച്ച് മൂവ് ചെയ്യിക്കുക. അതുപോലെ തന്നെ മൂവ് ചെയ്യിക്കുക. 14 15 12 ചെയ്തു. നമുക്ക് അനിമേഷൻ നോക്കാം. ഓക്കെ, നമ്മുടെ അനിമേഷൻ കിട്ടിയിരിക്കുന്നു. ഈ വിമാനം നീങ്ങുന്നതായി നമ്മൾ കണ്ടു. ഇത് മതി. വീണ്ടും ഇല്ലസ്ട്രേഷനിലേക്ക് പോവുക. നമ്മൾ 15 ഫ്രെയിമുകളിലായിട്ട് ചിത്രം വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക്
സേവ് ചെയ്യാം. ഫയൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തു. ഈ ഫയൽ എക്സ്പോർട്ടും ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്യുക. പഴയ പോലെ തന്നെ വീഡിയോ ഫോമാറ്റ്സ് AVI വീഡിയോ, നെക്സ്റ്റ്, അതുപോലെ ഏറോ കീ കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു, സേവ് ചെയ്തു. വേണമെങ്കിൽ ചെറുതാക്കി വെക്കാം, വലുതാക്കി വെക്കാം, 100ലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഫയൽ ഒന്നുകൂടി എക്സ്പോർട്ട് ചെയ്യുന്ന കാട്ടാം. ഫയൽ എക്സ്പോർട്ട് പ്രൊജക്റ്റ് AVI വീഡിയോ, നെക്സ്റ്റ്, ഇവിടെ ഏറോ കൊടുത്തു, നെക്സ്റ്റ്, നെക്സ്റ്റ്, യെസ്, ഓവർ റൈറ്റ് ചെയ്തോട്ടെ. ഓക്കെ, കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കിയ ആ സ്റ്റോറി ബോർഡിലെ 4 സീനുകൾക്ക് കേട്ടൂണിൽ 4 പ്രൊജക്റ്റുകളാക്കി സിനിമകളുണ്ടാക്കി. അത് AVI ഫയലിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് വെച്ചു. ഒന്നാമത്തത് NB1 AVI ഫയൽ. രണ്ടാമത്തത് NB2 എന്ന AVI ഫയൽ. ഓക്കെ, ഇനി മൂന്നാമത്തത് ശരിയാക്കി വെച്ചു. നാലാമത്തത് വിമാനം പറന്നു പോകുന്നത്. അങ്ങനെ 4 AVI ഫയലുകൾ നമ്മൾ ശരിയാക്കിയെടുത്തു. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ 4 AVI ഫയലുകളും ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊരു കൊച്ചു സിനിമയുണ്ടാക്കാം.